നമസ്കാരം. ഇടതടവില്ലാതെ പെയ്ത കനത്ത മഴ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി. മണ്ണിടിച്ചിലും മരം കടപുഴകി വീഴുന്നതുമെല്ലാം പതിവ് കാഴ്ചകൾ ആയി മാറി. കടലാക്രമണവും അതിരൂക്ഷമായിരുന്നു. എന്നാൽ ഇന്ന് സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അപ്പോഴും മഴക്കെടുതികൾ കുറഞ്ഞിട്ടില്ല. ആ വാർത്തകൾ തന്നെയാണ് വാർത്താരംഭത്തിൽ ഇന്ന് തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ആദ്യം പരിശോധിക്കാം പ്രധാന തലക്കെട്ടുകൾ. വടക്കൻ കേരളത്തിൽ കാലവർഷം ശക്തമായി തുടരുന്നു. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കടലാക്രമണം രൂക്ഷം. തേജസ്വിനി പുഴ കരകവിഞ്ഞു. 5 ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ CPIM. നേതൃയോഗങ്ങൾക്ക് തുടക്കം. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇന്ദിരാഭവനിലെ കൂടോത്രത്തിൽ പരാതിയില്ലെന്ന് കോൺഗ്രസ്. പാർട്ടി ആസ്ഥാനത്ത് കൂടോത്രം വെച്ചതിനെപ്പറ്റി അറിയില്ല. പരാതി ലഭിച്ചാലേ തുടർ നടപടികൾക്ക് സാധ്യതയുള്ളൂവെന്ന് പോലീസ്. NDA സംസ്ഥാനതല നേതൃയോഗം ഇന്ന് തൃശൂരിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. മുന്നണി വിപുലീകരണവും സംസ്ഥാന സർക്കാരിനെതിരായ സമരപരിപാടികളും ചർച്ചയ്ക്ക്. മാസപ്പടി കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. പരിഗണിക്കുന്നത് CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി. റിവിഷൻ ഹർജി നൽകിയത് മാത്യു കുഴനാടൻ MLA. സൈബർ വലയിൽ കുരുങ്ങി തലസ്ഥാനവാസികൾ. 6 മാസത്തിനുള്ളിൽ നടന്നത് 35 കോടി രൂപയുടെ തട്ടിപ്പുകൾ. തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 60ഓളം കേസുകൾ. നീറ്റ് UG പരീക്ഷാ മാർക്കുകൾ പ്രസിദ്ധീകരിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പ്രസിദ്ധീകരിക്കേണ്ടത് പരീക്ഷാ കേന്ദ്രങ്ങളുടെയും നഗരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള മാർക്ക് വിവരങ്ങൾ. സുപ്രീം കോടതി നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പ് അവഗണിച്ച്. RSS മേധാവിയുടെ മോദി വിമർശനത്തിൽ കരുതലോടെ BJP. പരോക്ഷ വിമർശനത്തിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന് നേതാക്കൾക്ക് നിർദ്ദേശം. ആരോഗ്യം മോശമായാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുമെന്ന് ജോ ബൈഡൻ. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം മാധ്യമ അഭിമുഖത്തിൽ. കോവിഡ് ബാധയെ തുടർന്ന് പ്രചാരണം നിർത്തലാക്കി വിശ്രമത്തിൽ. ബൈഡൻ പിന്മാറുന്നതാണ് നല്ലതെന്ന് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ. ബംഗ്ലാദേശിൽ പ്രക്ഷോഭമാളുന്നു. മരണസംഖ്യ 32ആയി ഉയർന്നു. വിദ്യാർത്ഥി പ്രതിഷേധം സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ. ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. ലോക കായിക മാമാങ്കത്തിന് തിരിതെളിയാൻ ഇനി ഒരാഴ്ച മാത്രം. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് 117 ഇന്ത്യൻ താരങ്ങൾ. സംഘത്തിൽ 7 മലയാളികളും. സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ പുതുതായി ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പലയിടത്തും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടായേക്കാം. കോട്ടയം മുതൽ കോഴിക്കോട് വരെ ഓറഞ്ച് അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം പാലക്കാട് നിന്ന് വിനേഷ് കുമാറാണ് ചേരുന്നത്. പാലക്കാട് ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് വലിയ യാത്രാ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയം കൂടിയാണ്. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, 5 ജില്ലകളിൽ ആണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊന്ന് പാലക്കാടാണ്. പാലക്കാട് ഇപ്പോഴും മഴ തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, പാലക്കാട് ഇപ്പോഴും മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഇപ്പോഴും മഴ തുടരുകയാണ്. അല്പസമയം മുമ്പ് ഒരു ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ ഇന്നലെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണമുണ്ട്. വൈകുന്നേരം 6 മണിക്കും രാവിലെ 6-നും ഇടയിൽ പരമാവധി യാത്രകൾ, ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടി വൈദ്യുതി ലൈനിലും മറ്റും വീണ് പലയിടത്തും കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഈ അട്ടപ്പാടി ഭാഗങ്ങളിലെല്ലാം തന്നെ ഇന്നലത്തെ ശക്തമായ മഴയിൽ മരങ്ങൾ കടപുഴകിയും അതുപോലെ തന്നെ കൊമ്പൊടിഞ്ഞു വീണും വൈദ്യുതി തടസ്സമുണ്ടായി. ഒപ്പം തന്നെ റോഡുകൾ പലയിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായി. റോഡുകളിലേക്ക് മരങ്ങൾ വീണതാണ് ഗതാഗത തടസ്സത്തിന് പ്രധാനമായ കാരണം. ഒപ്പം തന്നെ പട്ടാമ്പി ഷൊർണൂർ ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ ശക്തമായ മഴയെ തുടർന്ന് ഇവിടെ മരങ്ങൾ പൊട്ടി വീണിരുന്നു. ഇന്നലെ പട്ടാമ്പി MLA മുഹസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഇവിടെയുള്ള മരങ്ങളും മറ്റും വെട്ടിമാറ്റുന്ന ഒരു പ്രവൃത്തി ഇന്നലെ വൈകുന്നേരം തന്നെ നടന്നിരുന്നു. അതിനുശേഷവും ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതപ്പുഴ പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയും ഗായത്രിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും എല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ട്, ചിറ്റൂർ പുഴയും എല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, കൂടുതൽ ഡാമുകളുള്ളൊരു പ്രദേശം കൂടിയാണ്. മലമ്പുഴയിലെ ഡാമുകൾ തുറക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ആയിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ള പോത്തുണ്ടി ഡാം ഉൾപ്പെടെ തുറക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. അത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാവും എന്നാണ് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലാണ്. മിക്ക വീടുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ അട്ടപ്പാടി അതുപോലെ തന്നെ നെല്ലിയാമ്പതി പോലുള്ള സ്ഥലങ്ങൾ ചുരങ്ങളാണ്. ഈ ചുരങ്ങളിലെല്ലാം തന്നെ റോഡുകൾ പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടി വീണും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നലെ രാത്രിയിലും അത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ പലയിടത്തും ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നഗരത്തിൽ പോലും പലയിടങ്ങളിലും വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. റോഡുകളിലെല്ലാം വെള്ളം കയറുകയും ഒപ്പം തന്നെ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാന കാരണം മരങ്ങൾ ഈ പോസ്റ്റുകളുടെ മുകളിലേക്ക് വീഴുകയും അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പിക്ക് മുകളിലേക്ക് വീഴുന്നയും ഒരു അവസ്ഥയുണ്ട്. ഇതേ തുടർന്ന് പല സ്ഥലങ്ങളിലും വൈദ്യുതി ഇല്ല എന്നുള്ളത് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും കൂടുതൽ ദുരിതത്തിലേക്ക് തന്നെയാണ് പാലക്കാടും പോകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ ജില്ലാ കലക്ടർ. ഒപ്പം തന്നെ ആളുകളോട് ചില പ്രത്യേക സ്ഥലങ്ങളിലേക്കുള്ള യാത്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയോര മേഖലയിലേക്കും മറ്റും പരമാവധി യാത്രകൾ ഒഴിവാക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യാത്ര ചെയ്താൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അഭിലാഷ്. റൈറ്റ്. പാലക്കാട് ജില്ലയിൽ ഇന്നും ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. അല്പസമയം മുമ്പ് അങ്ങനെ ഒരു മഴ അവസാനിച്ചതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് വിനേഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് ഒരു തരത്തിൽ ആശ്വാസമാകുന്ന സാഹചര്യം കൂടിയാണ്. വെള്ളക്കെട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് എന്നുമാണ് പറയുന്നത്. അതേസമയം കാസർഗോഡ് ജില്ലയിൽ കടലാക്രമണം രൂക്ഷമാണ്. തൃക്കണ്ണാട് കടപ്പുറത്ത് നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടൽ എടുത്തു കഴിഞ്ഞു. നിരവധി വീടുകൾ ഏത് സമയത്തും കടലെടുത്തേക്കാമെന്ന ആശങ്കയിലുമാണ്. മിക്കയിടങ്ങളിലും കടൽ ഭിത്തി ഇല്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും ഈ മേഖലകളിൽ നൽകിയിട്ടുണ്ട്. അതേസമയം മലയോര മേഖലകളിലും അതീവ ജാഗ്രത തന്നെയാണ് തുടരുന്നത്. ഇവിടങ്ങളിലെല്ലാം അതിതീവ്രമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുമാണ് പറയുന്നത്. കാസർഗോഡ് നിന്ന് KV ബൈജുവിൻ്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി. കാസർഗോഡ് ജില്ലയിൽ ഇന്നും മഴ ശക്തമാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് തീരപ്രദേശങ്ങളിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കണ്ണാട് കടപ്പുറത്താണ്. ഇവിടെ നിരവധി വീടുകളാണ് ഇത്തരത്തിൽ കടലെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോഴും നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. കടലിന്റെ വലിയ രൗദ്രഭാവം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ തിരമാലകളാണ് തീരത്തോട് ചേർന്ന് വരുന്നത്. ഇത് സംസ്ഥാന പാതയിൽ, അതായത് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം വഴിയുള്ള സംസ്ഥാന പാതയിൽ അതിന് തൊട്ടടുത്ത്
നിൽക്കുന്ന ഒരു തീരപ്രദേശം കൂടിയാണ്. വീടുകൾക്ക് മാത്രമല്ല ഈ സംസ്ഥാന പാതയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഇവിടെ ഈ കടലിൻ്റെ കടലാക്രമണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ പ്രദേശത്ത് 2000-ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. എന്തായാലും നമുക്കൊപ്പം ഈ പ്രദേശവാസി കൂടിയായ ഒരാൾ കൂടി ചേരുന്നു. സുരേന്ദ്രനാണ് ചേരുന്നത്. അദ്ദേഹം കുറുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് കൂടിയാണ്. സുരേന്ദ്രൻ, നിലവിൽ എന്താണ് നിലവിലൊരു അവസ്ഥ? നിലവിൽ കടൽ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് ഒരു 10 മീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ചില ചെറുമല ഏരിയകൾ 5 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ കടലാണെങ്കിൽ മഴക്കാലം കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയായിട്ട് കടൽ ക്ഷോഭം വളരെ കൂടിയിരിക്കും. കാരണം മഴ കൂടിയതുകൊണ്ടാണ്. അപ്പോൾ തീരദേശവാസികൾ വളരെ കഷ്ടപ്പെടും. കഴിഞ്ഞ 2 മാസമായിട്ട് മത്സ്യബന്ധനമായ ഒരു പ്രവൃത്തി ഇവിടെ ഇല്ല. കാരണം വളരെ കഷ്ടത്തിലാണ് കഴിയുന്നത്. അതിനനുസരിച്ച് മുമ്പ് വളരെ വീടുകളും ബിൽഡിങ്ങുകളും തകർന്നിരുന്നു. അത് ഈ വർഷം കൂടി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കടൽ കൂടുതലാണ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ കർക്കിടകം ആയിരക്കണക്കിന് ആൾ വരേണ്ട സമയമാണ് അടുത്ത മാസം 3-ാം തീയതി. അതിനുള്ള സൗകര്യം ഉണ്ടാവുമോ എന്നൊരു സംശയമാണ്. കടലാണെങ്കിൽ വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ ഇന്നുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. കലക്ടറേറ്റിൽ പോയി അവിടെ പറഞ്ഞാൽ എല്ലാ വർഷം തോറും കലക്ടർ മുതൽ മന്ത്രി, MP, MLA എല്ലാവരും ഇങ്ങനെ വാക്ക് തരുന്നില്ലാതെ ഇന്ന് വരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടിട്ടില്ല. അതാണ് ഏതായാലും ഇവിടുത്തെ ഏറ്റവും വലിയ പരാതി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ അധികാരിയുടെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഈ പ്രദേശത്ത് നിരവധി വീടുകളാണ് ഇത്തരത്തിൽ അപകട ഭീഷണിയിലുള്ളത്. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടലെടുത്തിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇന്നും അതിശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണെങ്കിലും പലരും അവരുടെ ബന്ധുവീടുകളിലേക്കാണ് ഇത്തരത്തിൽ മാറുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കാസർഗോഡ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത്. അതേസമയം ഇപ്പോൾ റെഡ് അലർട്ടാണ് കാസർഗോഡ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. കാര്യങ്കോട്ടും പോടോത്തുരുത്തിലും ഉൾപ്പെടെ നിരവധി വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. 12 കുടുംബങ്ങളെ നിലവിൽ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഓറഞ്ച് അലർട്ടാണ് എറണാകുളത്തുള്ളത്. ഈ എറണാകുളത്ത് മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. വെള്ളക്കെട്ടുകൾ മാറി തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എറണാകുളത്ത് മഴയ്ക്ക് ശമനമുണ്ട് എന്നതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകൾ ഉൾപ്പെടെ മാറുന്നു എന്നതാണ് സാഹചര്യം. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, മഴയ്ക്ക് കാര്യമായ രീതിയിൽ തന്നെ എറണാകുളത്ത് ശമനമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മഴ പെയ്തുവെങ്കിലും അത് ഇടവിട്ട് പെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നേക്ക് വരുമ്പോഴേക്കും ഏതാണ്ട് പൂർണ്ണമായൊരു വെയിൽ പരക്കുന്ന രീതിയിലേക്ക് അന്തരീക്ഷം മാറിയിട്ടുണ്ട്. മഴ വളരെ കുറവ് തന്നെയാണ്. എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. 71ഓളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 2 വീടുകൾ പൂർണ്ണമായും തകരുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഈ മഴ തുടർച്ചയായി കിട്ടിയതുകൊണ്ട് പലയിടങ്ങളിലും ഉണ്ടാകുന്ന കൂടുതൽ വിഷയങ്ങൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് വരുമ്പോഴാണ്. പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി അടക്കം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലേക്ക് പള്ളിക്കരയിൽ കുന്ന് ഇടിഞ്ഞു വീണ് വീടിന് സാരമായ രീതിയിൽ തന്നെ കേടുപാടുകൾ സംഭവിച്ചു.
സംഭവിച്ചു. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റ്. ഈ കാറ്റിലെ മരങ്ങൾ ഒടിഞ്ഞു വീണാണ് പല വീടുകൾക്കും ഈ ഭാഗിക കേടുപാടുകൾ സംഭവിച്ച വീടുകൾ കൂടുതൽ വീടുകളുടെ മുകളിലേക്കും മരം ഒടിഞ്ഞു വീണാണ് അപകടങ്ങൾ ഉണ്ടായത്. നെടുമ്പാശ്ശേരിയിൽ കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണും അപകടം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരം ഒരു അപകടങ്ങളാണ് കൂടുതലായിട്ട് തന്നെ സംഭവിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പെരിയാറിലെ ജലവിധാനമാണ്. പെരിയാറിലെ ജലവിധാനം ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്നും തന്നെ മാറിയിട്ടില്ല എന്നത് വലിയ ആശ്വാസകരം തന്നെയാണ്. എങ്കിലും പെരിയാറിൽ ജലനിരപ്പ് ഏതാണ്ട് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ആശങ്കപ്പെടുത്തുന്നതല്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കിഴക്കൻ മേഖലയിൽ ഇടുക്കിയിലടക്കം പെയ്യുന്ന വെള്ളം, മഴവെള്ളം അത് കൂടുതലായിട്ട് ഇരച്ചെത്തുന്നത് ഈ പെരിയാറിലേക്കാണ്. ഒപ്പം ഭൂതത്താൻ അണക്കെട്ടിന്റെ 15 ഷട്ടറുകളും തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നീരൊഴുക്ക് പെരിയാറിലേക്ക് ശക്തമാണെങ്കിലും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ്. പറവൂരിൽ മാത്രമാണ് ഒരു ക്യാമ്പ് തുറക്കേണ്ടി വന്നിരുന്നത്. അത് ഒരു ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ജലനിരപ്പ് താഴ്ന്നപ്പോൾ കുടുംബങ്ങളെ 54 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ വീടുകളിലേക്ക് തിരിച്ചു പോന്നിരുന്നു. മറ്റിടങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ സംഭവിക്കുന്നില്ല. നഗരത്തിനകത്ത് ഇതുവരെയും കാര്യമായ രീതിയിൽ എവിടെയും വെള്ളക്കെട്ട് രൂപപ്പെട്ടില്ല എന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. മൺസൂണിന്റെ തുടക്കത്തിൽ പെട്ടെന്നുണ്ടായ അതിശക്തമായ മഴയിൽ ഇവിടെ നഗരത്തിൽ പല ഭാഗങ്ങളിലും തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമായ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. തീരമേഖലയിൽ വലിയ രീതിയിൽ വിഷയങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് തന്നെ ഉണ്ടായിരുന്നതാണ്. അതിന്റെ ഒരു തുടർച്ച തന്നെ ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് കണ്ണമാലിയിലും ഇടവനക്കാടുമെല്ലാം കടലാക്രമണം രൂക്ഷമായിട്ട് തന്നെ തുടരുന്നുണ്ട്. അവിടെ ജിയോ ബാഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടലാക്രമണം തടയുവാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ രീതിയിലാണ് ജില്ലയുടെ ഈ ഒരു മഴച്ചിത്രം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നതിന്റെ വലിയൊരു ആശ്വാസം ജില്ലയിലുണ്ട്. അഭിലാഷ്, റൈറ്റ്. ഇതാണ് എറണാകുളത്തെ സാഹചര്യം. മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വടക്കൻ ജില്ലകളിലാണ് കൂടുതലും മഴ ശക്തമായിട്ടുള്ളത്. അത് കാര്യം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. എറണാകുളത്തേക്ക് വരുമ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. അതേസമയം കണ്ണൂരിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. 25 പേരെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ, തലശ്ശേരി താലൂക്കുകളിൽ ആണ് 2 വീതം ക്യാമ്പുകൾ തുറന്നത്. താലൂക്ക് കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പുന്നപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. മുപ്പിനിപ്പാലത്തിന് മുകളിലൂടെ ഒഴുകിയ വെള്ളം താഴ്ന്നുവെങ്കിലും പാലത്തിന്റെ കൈവരി തകർന്ന സാഹചര്യമാണുള്ളത്. തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരി മലകളിൽ മഴ കുറഞ്ഞതും പുഴകളിൽ വെള്ളം കുറയാൻ കാരണമായിട്ടുണ്ട്. വീടുകൾക്ക് മീതെയുള്ള മണ്ണിടിച്ചിൽ ഭീഷണിക്ക് പരിഹാരം തേടി പോത്തുകല്ല് പഞ്ചായത്ത് ഓഫീസിൽ സമരവുമായി എത്തിയ ആദിവാസി കുടുംബങ്ങൾ രാത്രിയും ആ പ്രതിഷേധം തുടർന്നു. നാരങ്ങാപ്പൊയിൽ കോളനിക്ക് പിറകുവശത്തെ കുന്നാണ് 5 കുടുംബങ്ങൾക്ക് ഭീഷണിയായി മാറിയിട്ടുള്ളത്. ഇങ്ങനെ ആദിവാസികൾ വലിയ പ്രതിഷേധം ഉയർത്തുമ്പോൾ മലപ്പുറം നിലമ്പൂരിൽ കനത്ത മഴയിൽ ഉൾവനത്തിൽ ഒറ്റപ്പെട്ടുപോയ ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളുമായി വനപാലകർ എത്തി. സ്വന്തമായി ഫണ്ട് കണ്ടെത്തിയാണ് 25 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ കിറ്റുകളുമായി വനപാലകർ എത്തിയത്. ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിൽ ഒറ്റപ്പെട്ടു പോയ 22 കുടുംബങ്ങൾക്കാണ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VK മുഹസിനും സംഘവും ഭക്ഷ്യക്കിറ്റ് എത്തിച്ചത്. അകമ്പാടം വനം സ്റ്റേഷനിൽ നിന്ന് 22 കിലോമീറ്റർ ഉള്ളിലുള്ള വെറ്റിലക്കൊല്ലി നഗറിലായിരുന്നു കിറ്റ് വിതരണം. പാലക്കയത്ത് നിന്ന് എടവണ്ണ റേഞ്ചിന്റെ ചുമതലയുള്ള FCCF ദേവപ്രിയ അകമ്പാടം സ്റ്റേഷനിലെ വനജീവനക്കാർ ഉൾപ്പെടെയുള്ള വനപാലകർ 2.5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് വെറ്റിലക്കൊല്ലിയിലെത്തിയത്. ദുർഘടമായ പാത ആയതിനാൽ ഭക്ഷ്യസാധനങ്ങൾ ജീപ്പിലും എത്തിച്ചു. മഴക്കാലമായതോടെ ഈ കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വനപാലകർ കാടുകയറിയെത്തിയത്. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര ഉൾപ്പെടെ അടങ്ങിയ കിറ്റുകളാണ് കുടുംബങ്ങൾക്ക് നൽകിയത്. ന്യൂസ് 18 മലപ്പുറം. കഴിഞ്ഞ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷയിൽ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ ഇടപെടൽ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് സുപ്രീം കോടതി തേടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ അന്ന് കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ അമ്മയുടെ പ്രതികരണമാണ് പുറത്തു വന്നിട്ടുള്ളത്. മകളുടെ കൊലപാതകിയുടെ വധശിക്ഷ നടപ്പിലാക്കി കാണാൻ വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച ശേഷമാണ് വധശിക്ഷ കോടതി വിധിച്ചത് എന്നുമാണ് ആ അമ്മയുടെ പ്രതികരണം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവനത് എത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്ന് 2 പ്രാവശ്യം വിധി വന്നതാ.
ഇത്രയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു കൊച്ചിനെ ഇത്രയും ക്രൂരമായി കൊന്ന ആ പ്രതിനെ എത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്ന് ആദ്യമേ പറഞ്ഞു. എത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്ന്. പിന്നെ ഇപ്പം നമ്മുടെ വലിയ ഇലക്ഷൻ വന്ന സമയത്തും എത്രയും വേഗം തൂക്കിക്കൊല്ലണം എന്നും പറഞ്ഞ് വീണ്ടും വിധി പ്രഖ്യാപിച്ചു. ഇപ്പൊ ഇതിനിടയ്ക്കൂടെ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ അവര് പറഞ്ഞിട്ട് ഒന്നോടെ പഠിക്കാൻ. അപ്പൊ ഈ ഒന്നോടെ പഠിക്കാൻ ഇവര് പഠിച്ചിട്ടല്ലേ ഈ മജിസ്ട്രേറ്റും പോലീസും വക്കീലും ജഡ്ജിമാരും ഒക്കെ ഇത് പഠിച്ചിട്ടല്ലേ ഈ കേസ് നടത്തിയതും പ്രതി ഇവൻ തന്നെയാണെന്ന് വരുത്തിയിട്ടല്ലേ ഈ പ്രതിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടത്. പിന്നെ എന്തുകൊണ്ട് ഇവര് വീണ്ടും പഠിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ വിധി മാറ്റി ഇങ്ങനെ പ്രഖ്യാപിച്ചത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരക്ഷണം തന്നെയാണ്. കാരണം കോടതി സെൻട്രലിൽ ശരിക്കും നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവര് പുറത്ത് ജീവിക്കണില്ല എന്നുള്ളൂ. അവരുടെ ജീവിതം മുഴുവനും നല്ല രീതിയിൽ തന്നെ സുഭിക്ഷിതമായിട്ടും സെൻട്രലിൽ തന്നെ അവർ ജീവിച്ച് കഴിയുന്നുണ്ടെന്നാണ് നമുക്ക് എല്ലാവർക്കും കഴിയണേ. ശരിക്കും നിയമം അനുസരിച്ച് നമ്മുടെ ഗൾഫ് രാജ്യത്ത് നടക്കുന്ന നിയമം നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്ത് ഒരു പെൺകുഞ്ഞുങ്ങൾക്കും ഇനി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വയസ്സായ അമ്മമാർക്കായാലും ചെറുപ്പക്കാർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും എല്ലാ അമ്മമാർക്കും മനസമാധാനത്തോടെ നമ്മുടെ ഈ ഇന്ത്യ കേരളത്തിനകത്ത് ജീവിക്കണമെങ്കിൽ ഈ ഒരു കൊലയാളിനെങ്കിലും കൊന്നാലാണ് നമുക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാവുള്ളൂ. നാളെ പിന്നെ ഒരിക്കലും ഒരു കൊലപാതകളും ഒരു കുഞ്ഞുങ്ങളുടെയോ സ്ത്രീകളുടെയോ ശരീരത്തിലേക്ക് ഒരായുധം വെച്ച് മുറിച്ച് കൊല്ലാനായിട്ട് ഒരു കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. അത് നമ്മുടെ രാജ്യത്തിലെ പിടിപ്പുദോഷം എന്ന് പറയാം. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നവര് നല്ല രീതിയിൽ അത് മുമ്പ് ചെയ്യുകയാണെങ്കിൽ, ഇന്ന് തെറ്റ് ചെയ്തവനെ ഇന്ന് തന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ നാളെ ഇങ്ങനെ ഒരു തെറ്റ് നമ്മുടെ കേരള ഇന്ത്യക്കകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും പുറത്തു പോയിട്ട് മുറ്റത്ത് പോലും നിൽക്കാൻ പേടി ഒരു ഞെട്ടലുമാണ്. എന്ന് വെച്ചാൽ കൊലപാതകം ചെയ്യുക എന്നാണ് എപ്പോഴും കേൾക്കാനുള്ള സമയങ്ങളുള്ളൂ. അതുകൊണ്ട് അമീർ ഇസ്ലാമിന് ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പറ്റില്ല. അവനെ തൂക്കി കൊല്ലണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവന് ഒരു ഇളവും കൊടുക്കാൻ പാടില്ല നിയമത്തിന്റെ മുമ്പിൽ. അപ്പൊ ഇവര് ഒന്നോടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവര് എന്തോന്നാ പഠിക്കാൻ പോണേ? 1ാം ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കാൻ പോണാണോ ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയൊക്കെ വക്കീലന്മാരും ആണോ? സർക്കാർ വേലി തന്നെയല്ലേ ഇവിടെ വിളവ് തിന്നണേ. പിന്നെ നമ്മളെന്തിനാ പ്രത്യേകിച്ച് പറയണ? എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും. എനിക്ക് ശിക്ഷ നടപ്പിലാക്കണം. എന്റെ കുഞ്ഞ് തിന്ന വേദന അതിലിരട്ടി അവര് തിന്നണം. അതെനിക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഈ മഞ്ഞും വെയിലും എല്ലാം കൊണ്ട് എന്റെ കുഞ്ഞിന് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, എന്റെ കുഞ്ഞിന്റെ ആത്മാവിന് വേണ്ടി. അത് തിന്ന് വേദന അനുഭവിച്ച് കരഞ്ഞ ആ വേദനയ്ക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു അമ്മയല്ലാതെ ഇപ്പോ എന്റെ ആ മകൾക്ക് വേണ്ടി, എന്റെ കൊച്ചിനെ കൊന്നവനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ച് നടക്കുന്നത്. അവനെ കൊന്ന് കാണണം. എനിക്ക് കൊന്നു പറഞ്ഞാ പോരാ, അല്ലെങ്കിൽ അവനെ ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞാ പോരാ, അവനെ കൊന്ന് കാണിച്ചു തന്നെ. അതാണ് ഞാൻ കാത്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, എന്താണ് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? ഏതെങ്കിലും തരത്തിൽ കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ ഈ കുടുംബത്തിന് സാധിക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? അഭിലാഷ, പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥി അവരുടെ അമ്മയുടെ വാക്കുകളിൽ അവർ മുഴുവൻ ഒരു ആശങ്ക സംബന്ധിച്ചത് പ്രകടമാണ്. കാരണം ഈ വധശിക്ഷ നീണ്ടുപോകുന്നു എന്നതാണ്. കാരണം അതിൽ സുപ്രീം കോടതിയുടെ ഒരു അന്തിമ അനുമതി കൂടി വരേണ്ടതുണ്ട്. അത് അനുമതി ഇപ്പോൾ നടന്നിരിക്കുന്ന നടപടികൾ തികച്ചും സാങ്കേതികമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ പ്രതിയുടെ മാനസിക നില പരിശോധന റിപ്പോർട്ട് അടക്കം ഈ വധശിക്ഷ ശരിവയ്ക്കുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങൾ കോടതി ആവശ്യപ്പെടുന്നത് അതിന്റെ ചട്ടങ്ങളിൽ പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടിയും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നീട്ടിവെക്കാൻ ഇളവ് വന്നിരിക്കുന്നത്
അതിൽ അവരൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ എന്തുകൊണ്ട് നീണ്ടുപോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. സാങ്കേതികമായ കാര്യങ്ങളാണ് അതിന്റെ കാരണമെങ്കിൽ കൂടിയും എത്രയും പെട്ടെന്ന് ഈ വധശിക്ഷ നടപ്പാക്കണം എന്നതാണ് അവർ പറയുന്നത്. കാരണം തന്റെ മകൾക്ക് ഉണ്ടായ അനുഭവം അത് മറ്റൊരാൾക്കും ഉണ്ടാകരുത്, എല്ലാവർക്കും അത് പാഠമാകുന്ന രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് ഈ ശിക്ഷ നടപ്പാക്കി മാതൃകയാകേണ്ടതാണ്. അതിനൊരു ഇളവും അത് സാങ്കേതികമാണെങ്കിൽ കൂടിയും അത്തരം ഒരു ഇളവ് നൽകരുത് എന്ന് അവർ ആവശ്യപ്പെടുന്നു. താൻ ഇത്രക്കാലം ജീവിക്കും, തനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം തന്നെയുണ്ട്. ഇങ്ങനെ ഈ എറണാകുളത്തെ പരിസരത്തെല്ലാം തന്നെ ഇവർ പലപ്പോഴായിട്ട് നമുക്ക് റോഡിലെല്ലാം തന്നെ കാണാറുണ്ട് ഇവർ. അപ്പോൾ ഇവർ പറയുന്ന ഇത്തരം ഒരു അവശതകൾക്കിടയിലും താൻ ഇവിടെ ആശുപത്രിയിൽ പനിയിൽ മരുന്ന് വാങ്ങിക്കാൻ വരുന്നു. ഇങ്ങനെ നീണ്ടുപോകുന്നു, തന്റെ ജീവിതം തന്റെ ദുരിതങ്ങളും അടക്കം നീണ്ടുപോകുന്നു. താൻ കാണുന്നത് ഇങ്ങനെ ഈ കഴിയുന്നതെല്ലാം തന്നെയും തന്റെ മകളുടെ ഘാതകന്റെ വധശിക്ഷ അത് നടപ്പാക്കുന്നത് കാണാനാണ്. അവർ അനുഭവിച്ച അതേ വേദനയും ഉൾക്കൊള്ളുന്നത്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഇങ്ങനെ ഒരു സ്ത്രീക്ക് നേരെയും ഒരു പെൺകുട്ടിക്ക് നേരെയും ഈ രീതിയിലുള്ളൊരു അതിക്രമം ഒരു സ്ഥലത്തും ഉണ്ടാകാൻ പാടില്ല. അവർക്കെല്ലാം പാഠമാകുന്ന രീതിയിലേക്ക് ഇത് നടപ്പാക്കണം. അതുകൊണ്ട് വൈകാതെ തന്നെ ഇതിന്റെ ഒരു സാങ്കേതികത മറികടന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് താൻ കാത്തിരിക്കുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാനി പോൾ നൽകിയത്. ഇടവേള. ഭീഷണി നിലനിൽക്കുന്നത് നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള RSS മേധാവിയുടെ പ്രസ്താവനയിൽ പരസ്യപ്രതികരണം വേണ്ട എന്ന് BJP നേതാക്കൾക്ക് നിർദ്ദേശം. ചിലർക്ക് അമാനുഷികരും ഭഗവാനുമൊക്കെ ആകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മോഹൻ ഭഗവത് ജാർഖണ്ഡിലെ ബിഷ്ണുപൂരിൽ ലെവൽ വർക്കർ സമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ വിമർശനം ഉന്നയിച്ചിരുന്നു. നേരത്തെയും BJPക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് RSS മേധാവിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ RSSും BJPയുമായി അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളോട് RSSന് വിയോജിപ്പുണ്ട് എന്നതായിരുന്നു പ്രതികരണങ്ങൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത്. രഞ്ജിത്ത്, ദേശീയ തലത്തിൽ ഏറ്റവും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്ത എന്നത് തീർച്ചയായും ഈ BJP RSS അസ്വാരസ്യമാണ്. അതിൽ വലിയ ഇടം വാർത്തയ്ക്ക് നൽകേണ്ടതില്ല, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകേണ്ടതില്ല. അതുകൊണ്ട് മൗനം തുടരുക എന്നതാണോ BJPയുടെ നിലപാട്? തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം RSS മേധാവിയുടേതായി പുറത്തു വന്ന പ്രസ്താവന അത് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ള പരോക്ഷമായ വിമർശനമാണ് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചത് ചിലർക്ക് പല കാര്യങ്ങളിലും അമാനുഷികരും ഭഗവാനുമൊക്കെയാകാൻ ആഗ്രഹമുണ്ടെന്നും അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആർക്കും അറിയില്ലെന്നും ആയിരുന്നു. ജാർഖണ്ഡിലെ ഗുംലയിൽ നടന്ന പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പരാമർശം RSS മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നത് ചേർത്ത് വായിക്കണം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം BJP നേടാതിരുന്നതിന് ശേഷം RSSന്റെ ഭാഗത്തുണ്ടായ നിരവധിയായ പ്രതികരണങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം അന്ന് പറഞ്ഞു വെച്ചത് ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഈ ആളുകളാണ് ഇത്തരത്തിൽ ഈ സീറ്റെണ്ണം കുറയ്ക്കാൻ കാരണമായത് എന്ന് പറഞ്ഞിരുന്നു. ദന്തഗോപുരങ്ങളിൽ ജീവിക്കുന്ന നേതാക്കളാണ് ശാപമെന്നും സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് പല നേതാക്കളുടെയും വ്യാപനമെന്നും പറഞ്ഞിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു വിമർശനം എന്നതും പ്രസക്തമാണ്. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപ് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ നടത്തിയ ഒരു പ്രസ്താവനയും RSSനെ ചൊടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും BJPക്ക് സ്വന്തമായി സംഘടനാ സംവിധാനമുണ്ടെന്നും RSS അടക്കമുള്ള ആരുടെയും സഹായം തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ട എന്നുമുള്ള അമിത ആത്മവിശ്വാസമുള്ള ഒരു പ്രസ്താവന അത് വലിയ തോതിൽ BJPയുടെ സീറ്റെണ്ണം UPയിലെങ്കിലും കുറയ്ക്കുന്നത് അതിന് കാരണമായി എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, UPയിലെ 80 സീറ്റുകൾ 33 സീറ്റുകൾ മാത്രമാണ് ഇത്തവണ BJPക്ക് നേടാൻ ആയത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അത് അപ്രതീക്ഷിതമായിരുന്നു ആ പരാജയം. അതിനുശേഷമാണ് ഇപ്പോൾ അന്ന് തന്നെ നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി ഈ പ്രാൺ പ്രതിഷ്ഠാ ദിവസമൊക്കെ ആചാര്യനായി അവിടെ ഇരുന്നതിനെയൊക്കെ RSSന് വിമർശനമുണ്ടായിരുന്നു. അത്തരം പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നതും നമ്മൾ ചേർത്ത് വായിക്കണം. അതിനുശേഷമാണ് ഇപ്പോൾ മോദിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള RSS മേധാവിയുടെ പ്രസ്താവന എന്നത് പ്രസക്തമാണ്. ഇനി എന്താണ് RSS BJP ബന്ധം? അത് പഴയ തലത്തിൽ ഊഷ്മളമായി പോകാനുള്ള നടപടികൾ എന്നാണ് ഇപ്പോൾ BJP നേതൃത്വം ചിന്തിക്കുന്നത്. കാരണം അതുകൊണ്ട്
തന്നെയാണ് നേതാക്കൾ ആരും പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വരരുതെന്നും ഈ പ്രസ്താവനയെ അതിൻ്റെ അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതിയെന്നും പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്നും കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ RSS BJP ബന്ധം കുറച്ചുകൂടി ഊഷ്മളമാക്കുന്നതിനുള്ള നടപടികൾ BJP ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇതിനോട് ചേർത്ത് വായിക്കാൻ. അഭിലാഷ്, വിശദാംശങ്ങളാണ് രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകിയത്. ദേശീയ തലത്തിൽ BJPയുടെ നീക്കം ഇതാണ് എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള NDAയുടെ സംസ്ഥാനതല നേതൃയോഗം ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്നുണ്ട്. രാവിലെ 11 മണിക്കാണ് BJP തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിൽ യോഗം ആരംഭിക്കുക. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, തൃശ്ശൂരിലെ ഉജ്ജ്വലമായ വിജയം, ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത്തരം ഒരുക്കങ്ങളെല്ലാം യോഗം വിലയിരുത്തുമോ? തീർച്ചയായും അഭിലാഷ്, കാരണം അത്തരം ഒരു വിലയിരുത്തലുകളാണ് ഇനിയുള്ളത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് തൃശ്ശൂരിലെ വിജയത്തിൽ നിന്ന് BJP ഉൾക്കൊള്ളുന്ന ഒരു പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർത്തും വിശ്വാസപൂർവ്വം തന്നെ പ്രവർത്തകരിലേക്ക് ഇറങ്ങുക, പ്രവർത്തകർ മറ്റിടങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അതിൽ കൂടുതൽ പ്രതിഫലം തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് അവർ അണികളോട് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് അത്തരം പരീക്ഷണങ്ങളുടെ ഒരു ഉരകല്ലായി മാറുമെന്ന് തന്നെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു. തൃശ്ശൂരിൽ നേടിയത് ആധികാരികമായ ഒരു വിജയം തന്നെയാണ്. മറ്റ് പലയിടങ്ങളിലും, സംസ്ഥാനത്തെ മറ്റ് പലയിടങ്ങളിലും തന്നെ BJPക്ക് നില മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് NDAയും പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് പുതിയ ആളുകൾ ഇതിലേക്ക് വരുന്നതിന് അതെല്ലാം തന്നെ സഹർഷം സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണെന്ന് NDA വിലയിരുത്തുന്നു. അപ്പോൾ അത്തരം കൂട്ടിച്ചേരലുകൾ എന്താണ് ഇനി മുന്നോട്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പുറമേ തന്നെയും ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വരാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് സമീപനങ്ങളിൽ എന്താ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPക്ക് NDAയ്ക്ക് വളരെ നിർണായകമായ സ്ഥാനങ്ങളിലേക്ക് കുറെയെങ്കിലും അടുത്തു വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കുറി ഇനി ഒരുപാട് സമയം അതിലേക്ക് ഉണ്ട്. അപ്പോൾ കൃത്യമായ ഒരുക്കങ്ങളോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിനകത്ത് വ്യക്തമായൊരു മേൽവിലാസം NDAയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അത്തരം നീക്കങ്ങളിലേക്ക്, അത്തരം കൂട്ടുകെട്ടുകളിലേക്ക് അടക്കം മാറേണ്ടതുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം പിടിച്ചടക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും തന്നെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവിടങ്ങളിലെ കക്ഷിനില എങ്ങനെയെന്നും അവിടങ്ങളിൽ ഏത് രീതിയിലുള്ള മാറ്റം വരുത്താൻ കഴിയുമെന്നും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പിലടക്കം ഇതിന്റെ ഒരു പ്രതിഫലനങ്ങൾ തുടർന്നുണ്ടാക്കാൻ കഴിയുമെന്നും എല്ലാം തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ തൃശ്ശൂരിൽ നേടിയ വിജയം അത് എല്ലാവരുടെയും തന്നെ ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും തന്നെ ആധികാരികമായ ഒരു വിജയം തന്നെയാണെന്നാണ് ഇവർ വിലയിരുത്തുകയും ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കുറച്ചുകൂടി തുറന്ന ചർച്ചകളും കാര്യങ്ങളുമെല്ലാം ഈ യോഗത്തിലാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. 11 മണിക്ക് യോഗം ആരംഭിക്കും. BJP NDA നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ യോഗത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ നൽകിയത്. അതേസമയം കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇന്ദിരാഭവനിലെ കൂടോത്രത്തിൽ പരാതിയില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. പാർട്ടി ആസ്ഥാനത്ത് കൂടോത്രം വെച്ചതിനെപ്പറ്റി അറിയാത്തതിനാൽ പരാതിയും ഇല്ല എന്ന് ഇന്ദിരാഭവൻ ജീവനക്കാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. FIR ഇടുന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. കോൺഗ്രസിന്റെ പരാതി ലഭിച്ചാലേ തുടർ നടപടികൾക്ക് സാധ്യതയുള്ളൂ എന്നാണ് പോലീസിന്റെ നിലപാട്. കേരള കോൺഗ്രസ് നേതാവാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരും പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. ഔദ്യോഗികമായി അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. കോൺഗ്രസ് നേതാവല്ല നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. കേരള കോൺഗ്രസ് നേതാവ് AH ഹാഫിസാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിയമമില്ല, വകുപ്പുകളില്ല, അതോടൊപ്പം തന്നെ പരാതിയുമില്ല എന്നതുകൊണ്ട് തന്നെ അന്വേഷണം അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണ് പോലീസിന്. പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടന്ന തർക്കങ്ങൾക്ക് ഇടയിലായിരുന്നു ഇത്തരമൊരു വലിയ വിവാദമുണ്ടായത്. അതിന് പിന്നാലെയാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ്റെ കണ്ണൂർ നടാലിലുള്ള വസതിയിൽ ഈ കൂടോത്രം വെച്ചിരിക്കുന്നതായും അത് കണ്ടെത്തുന്നതുമായി സാഹചര്യമുണ്ടായത്. അതേ പശ്ചാത്തലം തന്നെ KPCC ഓഫീസിലും പേട്ടയിൽ അദ്ദേഹം മുമ്പ് താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നുമെല്ലാം സമാനമായ തരത്തിൽ കൂടോത്രം കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കൃത്യമായ ഒരു പരാതി നൽകാൻ KPCC അധ്യക്ഷനോ അദ്ദേഹത്തോടൊപ്പം അന്നുണ്ടായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ MPയോ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ്
കേരള കോൺഗ്രസ് നേതാവ് എച്ച് ഹാഫീസ് ഈ പരാതിയുമായി മ്യൂസിയം പോലീസിനെ സമീപിക്കുന്നത്. മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് KPCCയിലെ ജീവനക്കാരോട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയത്. തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും അറിയാത്ത കാര്യത്തെക്കുറിച്ച് പരാതിയില്ലെന്നുമാണ് KPCC ആസ്ഥാനത്തെ ഓഫീസ് സ്റ്റാഫ് മ്യൂസിയം പോലീസിനെ അറിയിച്ചിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തി ഭാരതീയ ന്യായ സംഹിത അതിന് രൂപം നൽകിയതിനു ശേഷം 14 ദിവസത്തെ ഇടവേളയുണ്ട് ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കേസുകളിലടക്കം നിയമോപദേശം തേടുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രം FIR രജിസ്റ്റർ ചെയ്താൽ മതി എന്നൊരു നിഗമനമാണ് സാധാരണ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലും നിയമോപദേശം തേടിയ ശേഷം എല്ലാ വിശദമായ വഴികളിലും അന്വേഷണം നടത്തി FIR രജിസ്റ്റർ ചെയ്താൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് മ്യൂസിയം പോലീസ് എത്തിച്ചേർത്തത്. പക്ഷേ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷൻ പരാതി നൽകിയാൽ മാത്രമേ അതിൽ കേസെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ വസതിയിൽ കടന്നു കയറിയതിന് അദ്ദേഹത്തിന് പരാതിയില്ല എങ്കിൽ മറ്റാർക്കും അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് നേതാവ് ഹാഫീസിൻ്റെ പരാതിയിൽ അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നതിൽ പോലീസിനുള്ളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. എന്തായാലും KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മൊഴിയെടുക്കാൻ മ്യൂസിയം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇനി അങ്ങോട്ട് ശ്രമം ഉണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിൽ KPCC അധ്യക്ഷൻ പരാതിയില്ല എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ മ്യൂസിയം പോലീസ് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ്, FIR രജിസ്റ്റർ ചെയ്യാതെ ഈ പരാതി അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അഭിനവ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ ഡാൻ കുര്യൻ നൽകിയത്. നേരത്തെ പരാതി നൽകിയിരുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ആണ്. എച്ച് ഹഫീസ് ആയിരുന്നു പരാതിക്കാരൻ. ഇപ്പോൾ പരാതിക്കാരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹഫീസ്, നിലവിൽ ഈ അന്വേഷണവും കേസുമൊക്കെയായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. അല്ല, അത്തരമൊരു വിവരം അഭിലാഷ് എന്നെ ഇതുവരെ അറിയിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ അല്പം മുമ്പ് നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് എഴുതി കാണിക്കുന്നത് കണ്ടു, കോൺഗ്രസ് നേതാക്കൾക്ക് പരാതിയില്ല എന്ന്. പിന്നെ പരാതിക്കാരന് പരാതിയില്ല, പിന്നെ എനിക്കാണോ പരാതി? അവിടെ ഒരു ക്രൈം നടന്നു എന്ന ഉത്തമ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പരാതി നൽകിയത്. അത് കേരള കോൺഗ്രസ് എമ്മുമായി കൂട്ടിക്കുഴക്കേണ്ട, അതെന്റെ വ്യക്തിപരമായ ഒരു പരാതിയായിരുന്നു. പിന്നെ ഞാനൊരു കേരള കോൺഗ്രസ് പ്രവർത്തനത്തിന് ഭാരവാഹിത്വം ഉള്ളതൊക്കെ കൊണ്ടതാണ് നിങ്ങൾ കേരള കോൺഗ്രസ് നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ഇതിന് ഞാൻ വ്യക്തിപരമായി കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ എന്റെ ഉയിര് പോയില്ലല്ലോ എന്ന് അദ്ദേഹം ഭയക്കുന്നു. K. സുധാകരൻ ഭയന്ന് വിളിക്കുന്ന ശബ്ദം നിങ്ങളുടെ തന്നെ ചാനലിൽ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ അവിടെ അദ്ദേഹത്തിന്റെ അധികാര അതിർത്തിയിൽ, അത് KPCC ഓഫീസായാലും അദ്ദേഹത്തിന്റെ ഭവനമായാലും ഡൽഹിയിലെ നർമ്മദ ഫ്ലാറ്റ് ആയാലും അവിടെയൊക്കെ കടന്ന് കൂടോത്രം ചെയ്തതായിട്ടുള്ള വിഷ്വൽസ് പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തന്നെ സന്തത സഹചാരി പേഴ്സണൽ സ്റ്റാഫ് അംഗമായ വിപിൻ മോഹൻ ഇക്കാര്യം ഓൺ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ചാനലിൽ തന്നെ അദ്ദേഹത്തിന്റെ ബ്രേക്കിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ അവർക്ക് പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഭയക്കുന്നത് സുധാകരൻ ആരുടെയോ തടവറയിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആരെയോ ഭയക്കുന്നു എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം തുടരുന്നു എന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ദിവസവും മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടർ ശ്യാം എന്നെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ വിപിൻ മോഹന്റെ മൊഴി ഇന്നോ നാളെയോ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെ ട്വിസ്റ്റുണ്ടായ കാര്യം നിങ്ങളുടെ ചാനലിൽ കൂടി അറിയുന്നു. ഏതായാലും എന്റെ വിശ്വാസം ഈ കേസ് അവസാനിപ്പിക്കുന്നത് സുധാകരൻ ഭയന്നിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ഭയപ്പെടുത്താൻ ഞാനില്ല എന്നുള്ളതാണ്. അതായത് വേറെ നിയമ നടപടികളിലേക്കൊന്നും താങ്കൾ പോകുന്നില്ല? ഇല്ല, കാരണം ഇപ്പൊ അഭിലാഷിനെ എന്നെ ഒരാളെ ആക്രമിക്കാൻ വന്നാൽ എനിക്കോ അഭിലാഷിനെ പരാതി ഇല്ല എങ്കിൽ പോലും മൂന്നാമതൊരാണ് ഡാൻ കുര്യൻ തന്നെ കൊണ്ട് പരാതി കൊടുക്കുന്നു. അപ്പോൾ ഞാനും അഭിലാഷം ചെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനോട് എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാനാണ്? അത് ഏത് കോടതിക്ക് മുന്നിൽ പോയാലും വിലപ്പോവില്ല. പക്ഷെ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് എന്റെ അറിവ്. ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ വിപിൻ മോഹനെ ഇന്നലെയോ ഇന്നോ നാളെയോ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പറിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ പിന്നെ ഇതിനിടയ്ക്ക് സുധാകരന് പരാതിയില്ല എങ്കിൽ എനിക്കും പരാതിയില്ല. പക്ഷെ അദ്ദേഹം ആരെങ്കിലും ഭയന്നാണോ ഈ പരാതിയിൽ നിന്ന് പിന്മാറുന്നതെന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. ശരി, വളരെ നന്ദി ശ്രീ ഹാഫിസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അതേസമയം പാർട്ടി നേതാക്കളുടെയും സർക്കാരിൻ്റെയും തെറ്റുതിരുത്തി ജനവിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ CPIMന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്ന് ചേരുക. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി സംസ്ഥാന സമിതി ചേർന്ന് തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അംഗീകാരവും നൽകും.
തിരിച്ചടി മറികടന്ന് തിരിച്ചുവരാനുള്ള തെറ്റുതിരുത്തൽ രേഖയാണ് CPM ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരവും ക്ഷേമപ്രവർത്തനങ്ങളുടെ മുടക്കവുമാണ് ഇത്ര വലിയ ജനരോഷത്തിന് കാരണമായതെന്ന് CPM തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സർക്കാരിലും പാർട്ടിയിലും തിരുത്തൽ വേണം എന്ന ആവശ്യം ശക്തമാണ്. അതിനുവേണ്ട നടപടികളാകും തെറ്റുതിരുത്തൽ രേഖയായി സംസ്ഥാന സമിതി അംഗീകരിക്കുക. വൻ മൂലധനം ആവശ്യമായ വൻകിട പദ്ധതികൾക്ക് പകരം ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന ക്ഷേമ പദ്ധതികൾക്ക് സർക്കാർ മുൻഗണന നൽകും. ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എന്നിവ കുടിശ്ശിക തീർത്തു നൽകാനുള്ള ഷെഡ്യൂൾ ഇതിനകം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്ഷേമ പദ്ധതികൾക്ക് മുടക്കമുണ്ടാകാൻ പാടില്ല എന്നതാണ് സർക്കാരിന് CPM നൽകിയിരിക്കുന്ന നിർദ്ദേശം. ക്ഷേമ പെൻഷൻ 1600-ൽ നിന്ന് ഉയർത്തും. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണി ഇടപെടൽ ശക്തമാക്കും. സപ്ലൈകോയ്ക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കും. പാർട്ടിയിലും തിരുത്താൻ ഏറെയുണ്ടെന്ന് നേതൃയോഗങ്ങളിൽ ചർച്ചകൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും നേതാക്കളുടെ ശൈലിയിലും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും. ജനങ്ങളിൽ നിന്ന് പാർട്ടി ഏറെ അകന്നുവെന്നും ജനമനസ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും പരിതപിക്കുന്നവരാണ് ബ്രാഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കൾ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശൈലിയിൽ മാറ്റം വേണമെന്ന ആവശ്യമുണ്ട്. നേതാക്കളുടെ ജീവിതശൈലി മാറിയതും പണത്തോട് ആർത്തി കൂടിയതും സ്വയം വിമർശനമായി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ എങ്ങനെ അത് തിരുത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 8 വർഷം പിന്നിടുന്ന ഭരണം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. നേതാക്കളുടെ ധാർഷ്ട്യം കൂട്ടി. ഈ വാസ്തവം തിരിച്ചറിയുന്ന CPM എങ്ങനെ തിരുത്തുമെന്നാണ് അറിയേണ്ടത്. മന്ത്രിസഭയിലും സമൂലമായ അഴിച്ചുപണി വേണമെന്ന ആവശ്യമുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ അത് പരിഗണിക്കാൻ ഇടയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വി വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, യോഗം എപ്പോഴാണ് ആരംഭിക്കുക? എന്താണ് വിവരങ്ങൾ? CPM-ൽ തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് നേതൃയോഗങ്ങൾ ആരംഭിക്കുന്നത്. ഇന്നാണ് നേതൃയോഗങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യുന്നത്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, യോഗം ഇന്ന് ആരംഭിക്കുന്നു. തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അംഗീകാരം നൽകുന്നതിന് വേണ്ടി ആണ് ഈ യോഗങ്ങൾ ചേരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നേരിട്ട കനത്ത തിരിച്ചടിയുണ്ട്. പാർട്ടി പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകണം, നേതാക്കളുടെ ശൈലികളിൽ ഉൾപ്പെടെ മാറ്റമുണ്ടാകണം എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. വിനോദ്, വിശദാംശങ്ങൾ എന്താണ്? അഭിലാഷ്, തെറ്റുതിരുത്തൽ രേഖയ്ക്ക് മേലുള്ള ചർച്ച അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് 2 ദിവസത്തെ സംസ്ഥാന സമിതി യോഗവുമാണ് ചേരുന്നത്. ഇന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി സംസ്ഥാന സമിതിയും ചേരും. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി, ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് CPM-ന് ഉണ്ടായ തിരിച്ചടി ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പല ദിവസങ്ങളിലായി പാർട്ടി താഴെത്തട്ടിൽ വലിയ തോതിൽ ചർച്ച നടത്തി. ഏരിയ കമ്മിറ്റികൾ ഉൾപ്പെടെ ലോക്കൽ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലുള്ള ചർച്ചകൾ, അതിനപ്പുറത്തേക്ക് ജനവികാരം അത് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് പിഴവ് പറ്റി എന്നത് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. അങ്ങനെ തന്നെയാണ് പ്രാദേശിക ഘടകങ്ങൾ മുകളിലേക്ക് നൽകിയ റിപ്പോർട്ടും ആ നിലയ്ക്കുള്ള വിവരം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച. നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്, നമ്മൾ ഈ പാർട്ടി പ്രവർത്തകർ അത് ഇടപെടുമ്പോൾ ധാർഷ്ട്യം പാടില്ല, ആളുകളോട് സ്നേഹത്തോടെ പെരുമാറണം. അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ അത് പാർട്ടിക്ക് വലിയ വീഴ്ച വന്ന കാര്യമായി തന്നെയാണ് വിലയിരുത്തുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം അതിൽ ഇടപെടേണ്ടിയിരുന്നു. പ്രത്യേകിച്ച് ഈ സപ്ലൈകോയുടെ കാര്യത്തിലൊക്കെ ആളുകൾക്ക് അവശ്യ വസ്തുക്കൾ 13 സബ്സിഡി സാധനങ്ങളുണ്ട്. അത് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിരുന്നു, ആശ്വാസമായിരുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളിലൊക്കെ വീഴ്ച പറ്റി. ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക അത് വയോജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അത്താണിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ഷേമ പെൻഷൻ. അതിൽ കുടിശ്ശിക വന്നതും തിരിച്ചടിയായി എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടുമാണ്. കാരണം പല തവണയായി ഉയർന്നു വന്നതാണ്. കഴിഞ്ഞ ഉത്സവ സീസണുകളിലൊക്കെ സപ്ലൈകോയുടെ പ്രവർത്തനം, പ്രത്യേക ചന്തകൾ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അത് സജീവമായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിന് വിരുദ്ധമായി സപ്ലൈകോയുടെയൊക്കെ പ്രവർത്തനം താഴേക്ക് പോകുന്നൊരു നിലയുണ്ടായി. മാത്രമല്ല CPയുടെ ഭാഗത്ത് നിന്ന് പലതവണ ഈ തുക ആവശ്യപ്പെട്ടതാണ് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. പക്ഷേ അതിനും ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടായില്ല. ഇതെല്ലാം തന്നെ തിരിച്ചടിയായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ ധാർഷ്ട്യം, പൊതുവിൽ നേതാക്കൾ ആളുകളോട് കാണിക്കുന്ന ഒരു സമീപനം അത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ല, കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ല. ആ
നിലയിലേക്ക് സാധാരണ മനുഷ്യരോട് സ്നേഹത്തോടെ പെരുമാറണം എന്ന് തന്നെയാണ് പാർട്ടി പ്രധാനമായും ഈ തിരിച്ചടിക്ക് ശേഷം ഒരു വിലയിരുത്തലായി വന്നത്. അതിന്മേലുള്ള ചർച്ചകളായിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ടുള്ള കർമ്മ പരിപാടികൾ. ഇപ്പോൾ തന്നെ സപ്ലൈകോയ്ക്ക് കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ട്. ഓണം വിപണി ലക്ഷ്യം വെച്ചുള്ള അല്ലെങ്കിൽ പൊതുവിപണിയിലെ ഇടപെടൽ അത് ലക്ഷ്യം വെച്ച് ആവശ്യപ്പെട്ട തുക അത്രയും നൽകിയില്ലെങ്കിലും തുക അനുവദിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ തരത്തിൽ സാധാരണ ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുക അത് തന്നെയാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്മേലുള്ള ചർച്ച മാത്രവുമല്ല, ഈ ഇടതുപക്ഷം ശോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ദുർബലപ്പെടുമ്പോൾ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന കാലഘട്ടം, കോൺഗ്രസിനെ പരാജയപ്പെടുത്തി വീണ്ടും ഇടതുമുന്നണി, അതിലൊരു മാറ്റമുണ്ടായിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മാത്രമല്ല മറ്റൊരു ശക്തിയായി BJP വളർന്നു വരികയും ചെയ്യുന്നു. ഇതിന്റെ അപകടം കൂടി പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അഭിലാഷ്, വിശദാംശങ്ങൾ ആണ് VV വിനോദ് നൽകിയത്. എന്തായാലും പാർട്ടി തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു CMRL എക്സാലോജി കരാറിലെ മാസപ്പടി വിവാദം. ഈ കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി നേരത്തെ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് റിവിഷൻ ഹർജിയുമായി മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകളും എക്സാലോജി കമ്പനി ഉടമയുമായ വീണ വിജയൻ എന്നിവരാണ് കേസിലെ എതിർകക്ഷികൾ. CMRL കമ്പനിയും കേസിലെ എതിർകക്ഷിയാണ്. അതോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊന്ന്, മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നരഹത്യാ കുറ്റം ചുമത്തിയത് കോടതിയിൽ നിന്ന് ശ്രീരാം വെങ്കിട്ടരാമന് ഏറ്റ കനത്ത തിരിച്ചടിയായി എന്നതാണ്. വിചാരണ കോടതിയിൽ തുടർച്ചയായി പ്രതി ഹാജരാകാതിരിക്കുകയാണ്. തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതായിരുന്നു ഉത്തരവ്. കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, സുപ്രീം കോടതിയിൽ നിന്നടക്കം ശ്രീരാം വെങ്കിട്ടരാമന് തിരിച്ചടിയേറ്റിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ശ്രീരാം വെങ്കിട്ടരാമൻ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് കോടതിയിൽ ഹാജരാകാൻ തയ്യാറാകാതിരിക്കുന്നത്. അതൊരു തരത്തിൽ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി കൂടി കാണേണ്ടേ? തീർച്ചയായിട്ടും അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ അട്ടിമറി ശ്രമങ്ങളാണ് ഉണ്ടായത്. തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവമുള്ള ശ്രമങ്ങൾ. സ്വകാര്യ ആശുപത്രിയിൽ ശ്രീരാം വെങ്കിട്ടരാമൻ സർക്കാർ ആശുപത്രിയിൽ നിന്ന് പോയത് മുതൽ ഈ കേസിന്റെ ഈ ഘട്ടം വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നിയമവ്യവസ്ഥയോട് അതിന് കീഴ്പ്പെട്ട് പോകാനല്ല അങ്ങനെ പ്രതിയുടെ ഭാഗത്തു നിന്നുള്ളൊരു നടപടി എന്നാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്നത്. തെളിവ് നശിപ്പിക്കൽ, അട്ടിമറി ശ്രമം, അത് മുതൽ തുടർച്ചയായി 4 തവണ കോടതിയിൽ ഹാജരാകാതിരിക്കുക. വിചാരണ കോടതിയിൽ ഔദ്യോഗിക തിരക്കുകളുടെ കാര്യം പറഞ്ഞാണ് ശ്രീരാം വെങ്കിട്ടരാമൻ ഹാജരാകാതെ ഒഴിഞ്ഞു പോകുന്നത്. മാത്രമല്ല, ഈ കുറ്റപത്രം റദ്ദാക്കണമെന്ന ആവശ്യം കോടതി തള്ളി. ഇത് പ്രതിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. മാത്രമല്ല, നരഹത്യാ കുറ്റം ചുമത്തണമെന്ന് കൂടി കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞതോടെ, അല്ലെങ്കിൽ അത് നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞതോടെ കൂടുതൽ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, സിവിൽ സർവീസിന്റെ ഉന്നത പദവി വഹിക്കുന്ന ഒരാൾ ഈ നിയമവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് പോകുന്നില്ല എന്നത് തന്നെയാണ് അമ്പരപ്പിക്കുന്ന ചോദ്യം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം. നേരത്തെ സിവിൽ സപ്ലൈസ് MD ആയിരുന്ന ശ്രീരാം വെങ്കിട്ടരാമനെ കഴിഞ്ഞ ദിവസമാണ് ധനവകുപ്പിലേക്ക് മാറ്റി നിയമിച്ചത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട തസ്തികകളിലേക്കാണ് ഈ ഉദ്യോഗസ്ഥൻ വരുന്നത്. അയാളാകട്ടെ നിയമവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് പോകുന്നുമില്ല. അഭിലാഷ്, തീർച്ചയായും കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും വലിയ തിരിച്ചടി ഇപ്പോൾ ശ്രീരാം വെങ്കിട്ടരാമൻ നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ്. മറ്റു വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ദേശീയ തലത്തിലുള്ള വാർത്തകൾ വളരെ പെട്ടെന്ന് പരിശോധിക്കുമ്പോൾ നീറ്റ് UG പരീക്ഷയുടെ ഫലങ്ങൾ നാളെ 12 മണിക്ക് മുമ്പ് നഗരം തിരിച്ചും കേന്ദ്രങ്ങൾ തിരിച്ചും വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കണം. കഴിഞ്ഞ ദിവസം ആണ് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. ഇന്ന് 5 മണിക്ക് ഫലം അപ്ലോഡ് ചെയ്യണം എന്നായിരുന്നു കോടതി ആദ്യം ആവശ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ച് നാളെ 12 മണി വരെ സമയം അനുവദിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ ഐഡന്റിറ്റി മറയ്ക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കും എന്നുകൂടിയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞത്. ഇങ്ങനെയൊരു ഫലം പ്രസിദ്ധീകരിക്കാനാകില്ല എന്ന്
കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിച്ചിരുന്നു എങ്കിൽ പോലും അത് അംഗീകരിക്കാൻ കോടതി തയ്യാറായിരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വളരെ കർശനമായ നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഭൂമി തർക്കത്തിൻ്റെ പേരിൽ കർഷകർക്ക് നേരെ തോക്കു ചൂണ്ടിയ കേസിൽ വിവാദ ട്രെയിനി IAS ഉദ്യോഗസ്ഥ പൂജ ഖേത്കറിൻ്റെ അമ്മ അറസ്റ്റിലായി. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ ഒരു ലോഡ്ജിൽ ഒളിച്ചു താമസിച്ചിരുന്ന ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്ദുബായ് എന്ന വ്യാജ പേരിലാണ് ഇവർ ഒളിച്ചു താമസിച്ചത്. വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് മുറി എടുത്തിരുന്നത്. ടാക്സി വിളിച്ച് റായ്ഗഡിൽ എത്തിയ ഡ്രൈവർക്ക് ഒപ്പം ആയിരുന്നു താമസിച്ചിരുന്നത്. മകൻ എന്നാണ് ഡ്രൈവറെ പരിചയപ്പെടുത്തിയത്. ഭൂമി തർക്കത്തിൻ്റെ പേരിൽ ഗ്രാമവാസികളെ തോക്കു ചൂണ്ടിയ വീഡിയോ വൈറൽ ആയിരുന്നു. ട്രെയിനി IAS ഉദ്യോഗസ്ഥ പൂജ ഖേത്കറിൻ്റെ നിരവധി പരാതികൾ പുറത്തു വന്നതിന് പിന്നാലെ ആണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അന്തർദേശീയ തലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യം മോശമായാൽ പിന്മാറും എന്നാണ് ഇപ്പോൾ ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത് സംബന്ധിച്ച പ്രതികരണം നൽകിയത്. അതേസമയം ജോ ബൈഡൻ പിന്മാറുന്നതാണ് നല്ലത് എന്ന് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ബൈഡന്റെ വിജയസാധ്യത കുറഞ്ഞതായാണ് ഒബാമ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞത് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപുമായി നടത്തിയ പൊതുസംവാദത്തിൽ ബൈഡന്റെ പ്രകടനം മോശമായിരുന്നു. ഇത് ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തന്നെ തിരിച്ചടിയാണ് എന്നാണ് ഒബാമ വിലയിരുത്തുന്നത്. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് നിലവിൽ വിശ്രമത്തിൽ ആണ് ജോ ബൈഡൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെല്ലാം നിലവിൽ നിർത്തിവെച്ചിരിക്കുകയുമാണ്. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ നാളുകളായി പ്രക്ഷോഭം അതിശക്തമാണ്. ഈ പ്രക്ഷോഭത്തിൽ മരണസംഖ്യ ഇപ്പോൾ 32 ഉയർന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ആണ് ഈ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിന് എതിരെ ആണ് ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നത്. 1971 പാകിസ്ഥാനെതിരെ നടന്ന വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ മക്കൾക്ക് ഉൾപ്പെടെ ആണ് സർക്കാർ ജോലിയിൽ സംവരണം നൽകാൻ തീരുമാനം ഉള്ളത്. ഇതിനെതിരെയാണ് ഈ യുവാക്കൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് എത്തിയിട്ടുള്ളത്. സൈന്യത്തെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വിജയിക്കുന്നില്ല. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സർക്കാർ വൃത്തങ്ങൾ നേരത്തെ അറിയിക്കുകയും ചെയ്തതാണ്. എന്തായാലും അയൽരാജ്യത്തെ ഈ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ. ഇനി സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ തന്നെ തുടർച്ചയായി ന്യൂസ് 18 സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോഴിതാ നമ്മുടെ തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ നടന്നത് 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ ആണ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ആണ് എന്ന് പറഞ്ഞും നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. സ്കൈപ്പ് വഴി വിർച്വൽ കസ്റ്റഡി എന്ന പേരിലും തട്ടിപ്പ് നടക്കുന്നതായി DCP T നിതിൻ രാജ് പറഞ്ഞു. സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളിൽ ജാഗ്രതക്കുറവുകൊണ്ട് വിദ്യാസമ്പന്നരും അനുദിനം കുടുങ്ങുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ. ഒരു ദിവസം 10ഉം 12ഉം എന്ന കണക്കിൽ സൈബർ കേസുകൾ കൂടി വരുന്നു. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 60ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ഈ 6 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം പല രീതികളിലായിട്ട് ആൾക്കാർക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ദീർഘനാളത്തെ സംഭാഷണങ്ങളിലൂടെ വിശ്വാസം നേടിയെടുത്താണ് തട്ടിപ്പ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞ് നടത്തിയ നിരവധി തട്ടിപ്പ് കേസുകളും റിപ്പോർട്ട് ചെയ്തു. സ്കൈപ്പ് അടക്കമുള്ളവ വഴി വിർച്വൽ കസ്റ്റഡി എന്ന പേരിലാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പല ഫേക്ക് ആപ്ലിക്കേഷൻസിലും അത് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ അവരുടെ അക്കൗണ്ടിൽ തന്നെ റിഫ്ലക്ട് ആവുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഫർദറായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നഷ്ടപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട രീതി, ഇന്ന് ഏതെങ്കിലും രീതിയിലേക്ക് നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒരുപക്ഷെ യൂട്യൂബിൽ ലൈക്ക് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ നടത്തിക്കൊണ്ട് ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ നിങ്ങളെ ആദ്യം എംപ്ലോയ് ചെയ്യിക്കുകയും പിന്നീട് ഷെയർ കുറച്ച് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം ചെയ്തും വാഹനങ്ങളും മറ്റും വാങ്ങാനുണ്ടെന്ന വ്യാജേനയും ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പിന് ഇരയാവുന്നവർ 1930 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും തിരുവനന്തപുരം DCP T നിതിൻ രാജ് പറഞ്ഞു. ഈ ഒരു നമ്പർ ഇത് ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1930
ഏതെങ്കിലും രീതിയിലേക്ക് സൈബർ ഫ്രോഡ് അല്ലെങ്കിൽ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ 1930 ഈ നമ്പറിൽ വിളിക്കുകയും നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ ഒഫൻസ് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കേന്ദ്രീകൃത സംവിധാനത്തിൽ ഉടൻ തന്നെ പരാതിപ്പെടുന്നത് വഴി തട്ടിപ്പുകാരുടെ അക്കൗണ്ട് മരവിപ്പിക്കാനും പണം തിരിച്ചടയ്ക്കാനുമുള്ള സാധ്യത കൂടുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നേരത്തെ കേരളത്തിലെ മാധ്യമങ്ങളിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന ഒന്നായിരുന്നു തെരുവ് നായ ആക്രമണങ്ങളെ സംബന്ധിച്ച വാർത്തകൾ. ആ സമയങ്ങളിൽ എല്ലാ അധികാരികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും അതിനിപ്പോഴും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. പറവൂരിലും സമീപ പ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. 2 ദിവസങ്ങളിലായി 10-ലേറെ പേർക്കാണ് കടിയേറ്റത്. രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു പലർക്കു നേരെയും തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായത്. അധികാരികൾ നടപടിയെടുക്കും എന്ന് ആവർത്തിക്കുന്നതിന് പകരം ഫലപ്രദമായ ഇടപെടൽ ആണ് ഉണ്ടാകേണ്ടത്. തദ്ദേശ ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടെ ഈ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. എഴിക്കര, പെരുവാരം, കിഴക്കേപ്പുറം മേഖലകളിലായാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇവിടങ്ങളിൽ പുറത്തേക്കിറങ്ങാൻ പോലും നാട്ടുകാർക്ക് പേടിയായി തുടങ്ങി. രാവിലെ നടക്കാനിറങ്ങിയവരിൽ പലർക്കു നേരെയുമാണ് ഇപ്പോൾ തെരുവുനായ ആക്രമണമുണ്ടായത്. കടിയേറ്റവരിൽ കൂടുതൽ പേരും പറവൂർ ഗവൺമെന്റ് ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലായി ചികിത്സ തേടിയിട്ടുണ്ട്. മിക്കവർക്കും കാലിനാണ് തെരുവുനായയുടെ കടിയേറ്റത്. മുമ്പിലൊരാളുണ്ടായിരുന്നു, അയാളുടെ അടുത്ത് വന്നപ്പോ പട്ടി ഇങ്ങനെ കൊട കയ്യിലുണ്ടായിരുന്നോണ്ട് അയാള് മണത്ത് നോക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു. നേരെ തൊട്ട് പുറകില് ഞാനും ഉണ്ട്. വന്നപ്പോ പട്ടി പുറകിൽ വന്ന് നിന്നപ്പോ എനിക്ക് സംശയം. ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ ഇത് നിൽക്കുകയാണ് അവിടെ. അപ്പൊ ഞാൻ കൊട ഇങ്ങനെ വീശി കാണിച്ചപ്പോഴ് അത് പോയില്ല, അത് ഒറ്റ കടിയടിച്ചു. ഇന്നലെ രാവിലെ നാട്ടിലേക്ക് ഇറങ്ങി നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ പുറകെ കൂടി വന്നപ്പോ ഒറ്റ കൊടുത്തു ഇപ്പോ പട്ടി വെള്ളക്കുടത്തേക്ക് അടിച്ചു, അടിച്ച് തെറിപ്പിച്ച് ചോരയുടെ കൈലാസം വരും. 10 മിനിറ്റ് പട്ടിയുടെ പറയുന്നു. പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ കടിക്കണമെന്ന് പേടിച്ചിട്ട് ഞാൻ ചെന്നോക്ക് പട്ടി അകത്ത് കിടപ്പുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇത് വന്നാണ്ട് അപ്പൊ എൻ്റെ ഒരു ചെറിയ വടിയായിരുന്നു. ഞാൻ വടിക്ക് അടിച്ച് വടി ഒടിഞ്ഞു പോയി. അങ്ങനെ അപ്പൊ തന്നെ ചാടി കടിക്കായിരുന്നു. അപ്പൊ തന്നെ ഇവനും ഉണ്ടായിരുന്നു. പറവൂർ നഗരസഭാ പരിധിയിലാണ് കൂടുതൽ പേർക്കും ആക്രമണം നേരിടേണ്ടി വന്നത്. നഗരസഭാ പരിധിയിൽ നായ്ക്കൾക്ക് വന്ധ്യംകരണം നടപ്പാക്കുന്നില്ലെന്ന് പരാതി ഉയരുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് ഗോതുരുത്ത് സ്വദേശിയായ ഹാഷിം എന്ന വിദ്യാർത്ഥിയെ തെരുവ് നായ്ക്കൾ കൂട്ടമായി ആക്രമിക്കാനെത്തിയിരുന്നു. നായ്ക്കളെ കണ്ട് ഭയന്ന് സൈക്കിളിൽ പോയ വിദ്യാർത്ഥി വീണ് കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ന്യൂസ് 18 കൊച്ചി. പോളിന്റെ റിപ്പോർട്ട്.